ഉള്ളിൽ ഓക്കെ വെച്ച് ജേസൺ തന്നെയാണ് തുടരുക. ഇത്തരം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അവിടെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. ഒരു കർഷകനാണ് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടർ വന്നിട്ട് ആ കാട്ടുപോത്തിനെ കൊല്ലാനുള്ള വെടിവെക്കാനുള്ള ഉത്തരവിടണം. എന്നിട്ട് ഞാൻ ബോഡിയുടെ സമീപിക്കുന്നല്ലോ, അല്ലെ പിടിച്ചു മാറട്ടെ. അപ്പൊ മാത്രമല്ല ഇതൊരു കർഷകനാണ്. അവന്റെ ഭൂമിയിൽ വെച്ചാണ് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന കർഷകന് സുരക്ഷ ഉറപ്പാക്കണം. ഈ മരണപ്പെട്ട കർഷകന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ വെടിവെക്കാനുള്ള ഉത്തരവ് കളക്ടർ തുടരണം. അല്ല ഇവിടെ പ്രസിദ്ധീകരിക്കുക. എന്നിട്ട് ബോഡി മാറ്റിയാൽ മതി. 2 ദിവസമായി കാട്ടുപോത്ത് ഇറങ്ങി നടക്കാൻ 2 ദിവസമായി കാട്ടുപോത്ത് ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഇതുവരെ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇന്ന് വേറൊരാളെ ആക്രമിച്ചാലോ? ഇപ്പോൾ മൃതദേഹം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള കർഷകനായിട്ടുള്ള അബ്രഹാമിന്റെ മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസ് തടഞ്ഞിരിക്കുകയാണ്. മൃതദേഹം വിട്ടുകൊടുക്കില്ല. കാട്ടുപോത്തിന് വെടിവെച്ചു കൊല്ലണമെന്നാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത്. 2 ദിവസമായി കാട്ടുപോത്ത് ഈ പ്രദേശത്ത് ഭീതി പടർത്തുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ ആ കർഷകൻ കൊല്ലപ്പെടുന്നത്. ഇന്ന് ഈ കാട്ടുപോത്തിന്റെ ആക്രമണം സർക്കാർ സംവിധാനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ കാട്ടുപോത്ത് ഭീതി പടർത്തുന്നുണ്ട് എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് സ്കൂളുകൾക്കുൾപ്പെടെ മേഖലയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് കൃഷിഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന ഒരു കർഷകൻ, വയോധികനായിട്ടുള്ള ഒരു കർഷകൻ, കുടിയേറ്റ കർഷകൻ ഇപ്പോൾ കൊല്ലപ്പെടുന്നത്. പോലീസുമായി വാക്കുതർക്കമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനാകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിലാണ് അബ്രഹാമിന്റെ മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസ് ഇപ്പോൾ കോൺഗ്രസ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ തടഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസുമായുള്ള വലിയ വാക്കേറ്റമാണ് അവിടെ ഉണ്ടാകുന്നത്. കോതമംഗലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ കണ്ടത്. അതിന്റെ തനിപ്പകർപ്പാകുമോ കോഴിക്കോട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കോതമംഗലത്ത് ഇന്നലെ മൃതദേഹവുമായി പ്രതിഷേധിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസ്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനുമെതിരെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും മറ്റു നടപടികളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കോൺഗ്രസിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞിരുന്നു. അതിനിടയിലാണ് സംസ്ഥാനത്ത് വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത്. ജനവാസ മേഖലയിൽ എത്തിയ കാട്ടുപോത്ത് ഒരു കർഷകനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആ മൃതദേഹം അവിടെ നിന്ന് വിട്ടു നൽകില്ല. 50 ലക്ഷം രൂപ അബ്രഹാമിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഈ പരിക്ക് ബോഡി വീട്ട് ഒരു സ്റ്റെപ്സ് പോലില്ല. 1.5 കിലോമീറ്റർ ഞാനാ ബോഡി വന്നത് കാട്ടിക്കൂടെ 1.5 കിലോമീറ്റർ. പുള്ളിയുടെ പറമ്പിന്നല്ലേ? ഒരു സ്റ്റെപ്സ് പോലില്ല അവരുടെ വണ്ടിയില്. ഈ സമയം ഇത്രയും നേരമായിട്ട് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ഭാഗത്ത് കാണാനില്ലല്ലോ. ഫോറസ്റ്റുകാർ ആരും എത്തിയിട്ടില്ലല്ലോ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണം കൂടി ഉയരുന്നുണ്ട്. നേരത്തെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം വയനാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നത് കണ്ടുകൊണ്ടാണ് വയനാട്ടിൽ പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും വലിയ പ്രതിഷേധം ഉണ്ടായത്. ഇന്നലെ നേര്യമംഗലത്തും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ ആ വീടിന്റെ ഭാഗത്തേക്ക് വനപാലകർ എത്തിയില്ല എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. എത്ര മനുഷ്യനാ പോകുന്നത്? അദ്ദേഹത്തിന് കൃഷിഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി പോയ ആളുകളാ. 1, 2, 3 അല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് അതുകൊണ്ട് കലക്ടർ വന്ന് ആ കാട്ടുപോത്തിന് വധിക്കാൻ ഉത്തരവിടണം. എന്നിട്ട് ഞങ്ങൾ സമ്മതിക്കുള്ളൂ. അല്ല ഞങ്ങളെ പിടിച്ചു വരട്ടെ. എവിടെ കിടക്കും ഞങ്ങൾ? ഒരു സംശയം കിടക്കാൻ പോവാ. മനുഷ്യജീവൻ കൊണ്ട് പന്താണ് വേണ്ടത് ഒരു സർക്കാർ. ആർക്കൊരു ഉത്തരവാദിത്വമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് എഴുതി കൊടുത്തു രേഖാമൂലം. 2 ദിവസമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു നടപടി ഉണ്ടായില്ല. ഇത് കൊന്നതിന് ശേഷം ഇപ്പൊ അവർക്ക് ബോഡി മാറ്റി ഒരു നടക്കാൻ നിൽക്കുക. പഞ്ചായത്ത് കളക്ടറോട് ആവശ്യപ്പെട്ടു. ഇന്നലെ 2 ദിവസമായി ഒരു കാട്ടുപോത്തിന് നാട്ടുകാരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു നടപടി ഉണ്ടായില്ല. അടുത്ത പ്രദേശങ്ങളാണ്. അതുകൊണ്ട് കാട്ടുപോത്തിനെ കൊല്ലാൻ കലക്ടർ വന്ന് ഉത്തരവിടുന്നവരെ ഞങ്ങൾ ബോർഡിനെ സമ്മതിക്കില്ല. ഇവിടെ കിടക്കും, അല്ലെ പോലീസ് വരട്ടെ. സംശയം എന്താണ്? ഇത് കുറച്ച് ഞങ്ങൾ നിരന്തരമായി കോൺഗ്രസും കർഷക കോൺഗ്രസും വിഷയം ഉന്നയിക്കുകയാണ്. മലയോര മേഖലയിൽ കർഷകർ ജീവിക്കാൻ പറ്റുന്നില്ല അവർക്ക്. ഇന്നലെ അവിടെ റേഞ്ചർ മാത്രമേ ഉള്ളൂ, ഒരു ഉയർന്ന ആളെന്ന് പറഞ്ഞു. ഫോറസ്റ്റ് റേഞ്ചർ മാത്രമേ ഉയർന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്നിട്ടുള്ളൂ. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തിന് ആപ്പാടെ റേഞ്ചർക്ക് ആപ്പാടെ ചെയ്യാൻ കഴിയുന്നത് ഇതിനെ കാട്ടിലേക്ക് ഓടിച്ചു തുരത്താം. ഏതാണ്ട് ഫോറസ്റ്റിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരത്ത് കൂരാച്ചൻ ടൗണിലാണ്
കാട്ടുപോത്തുള്ളത്. എങ്ങനെ ഓടിക്കാൻ കഴിയും? ഒരു ദിവസത്തോളം മെനക്കെട്ട 18 മണിക്കൂർ കൊണ്ടാണ് ഇതിനെ ഇറിഗേഷൻ്റെ സ്ഥലത്തേക്ക് പോലും കയറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെ, എറണാകുളത്ത് നിന്ന് വന്ന സഞ്ചാരികളാണ് കക്കയും ഹൈഡ്രോ ടൂറിസ്റ്റ് വന്ന് അവർക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഒരു വനംവകുപ്പ് മന്ത്രി ഉണ്ടല്ലോ കോഴിക്കോട്ടുകാരൻ, അയാൾക്ക് എന്താ ജോലി? ഗസ്റ്റ് ഹൗസ് ഒന്ന് സൂക്ഷിച്ച് കിടക്കണ ജോലി എത്ര കാലമായി നടക്കുന്നത്? ഇത് നിത്യസംഭവമല്ലേ? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, കലക്ടർ വന്ന് ഉത്തരവിടാൻ പറയാതെ ഞങ്ങൾ ഇവിടുന്ന് പിന്മാറില്ല. എന്നിട്ട് ബോഡി മാറ്റിയാൽ മതി. ഇത് സർക്കാർ സ്പോൺസേഡ് കൊലയാണ്, കാട്ടുപോത്തിന്റെ അക്രമമല്ല. 2 ദിവസമായി കാട്ടുപോത്ത് അലയുന്നു പറഞ്ഞിട്ട് പോലും ഒരു നടപടിയെടുത്തില്ല. ഒരു വനംവകുപ്പ് ജീവനക്കാർ കാണാനില്ല. ആ ഗസ്റ്റ് ഹൗസിൽ കിടക്കുന്ന മന്ത്രി ഒരു പണിയില്ലാണ്ട് അതെങ്കിലും വരട്ടെ. എന്താ അത് കൊല്ലണം, ഉത്തരവിടണം. കർഷക രക്ഷിക്കണേ, അടിയന്തരമായി വേണം. ഇത് ഞങ്ങൾ രാഷ്ട്രീയമല്ല, കോൺഗ്രസുകാർ നാടിവിടെ നിൽക്കുന്ന ആളുകളാണ്. ജനങ്ങളുണ്ടാവും, ആ ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് ഉണ്ടാവും, ഒരു സംശയവുമില്ല. കോൺഗ്രസ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു, സാധാരണ കർഷകർക്കൊപ്പം നിൽക്കുന്നു. ആ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം. അതിൽ ഏറ്റവും ആദ്യം ഇടുന്ന ഒരു വിലപ്പെട്ട ജീവനാണ് കിടക്കുന്നത് ഈ ആംബുലൻസ് അകത്ത്. ഇനിയൊന്നും ആവർത്തിക്കാൻ പാടില്ല. ഇപ്പോഴും ജനഭീഷണി അവിടെ കൃഷിസ്ഥലത്ത് സ്വന്തം കൃഷിസ്ഥലത്ത് വെച്ചാണ്. കാട്ടുപോത്ത് മിനിങ്ങാന്ന് വൈകുന്നേരം കൂരാച്ചിന് വന്ന കാട്ടുപോത്തിനെ ഇന്നലെ 3 മണിയോടുകൂടിയാണ്, ഏകദേശം 18 മണിക്കൂർ കൊണ്ടാണ് അതിനെ അവിടുന്ന് നീക്കം ചെയ്യാൻ കഴിഞ്ഞത്. അതും തന്നെ ഫോറസ്റ്റിലേക്ക് കടന്നെന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇറിഗേഷന്റെ ഒരു ഐലൻഡ് ഉണ്ട്, അതിലേക്കാണ് കടത്താൻ കഴിഞ്ഞത്. അറിയിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ കമ്മീഷണർ ഞാൻ വിളിക്കുകയും ചെയ്യട്ടെ. എന്തോ ഇലക്ഷൻ മീറ്റിംഗ് ആണ്, വരാൻ നോക്കാതെ പറഞ്ഞു. ഞങ്ങൾ വന്നിട്ട് എവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോഴും ജനങ്ങൾ ഭീഷണിയിലാണ്. ഇപ്പൊ ഒരാളെ ഒതുക്കപ്പെടുന്നു, ഇനിയും നിരന്തരമായി മൃതദേഹമുള്ള ആംബുലൻസ് അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കുരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പോളിയും ഒപ്പം തന്നെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കലക്ടർ അവിടെ എത്തുന്നത് വരെ ഈ മൃതദേഹം വിട്ടു നൽകില്ല എന്നാണ് അറിയിക്കുന്നത്. മാത്രമല്ല, വനം വകുപ്പ് മന്ത്രി കോഴിക്കോടുകാരനാണ്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വനം വകുപ്പ് മന്ത്രി യാതൊരു വിധത്തിലും ഇടപെടൽ നടത്താതെ വിശ്രമിക്കുകയാണ്. വനം വകുപ്പ് മന്ത്രി ഇവിടേക്ക് എത്തുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സിനോജ് തോമസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. സിനോജ്, ഇപ്പോൾ ഈ പോളി കുരാച്ചുണ്ട് പറയുന്നത്, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്, കഴിഞ്ഞ 2 ദിവസമായി ഈ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇതിനെ വെടിവെച്ചു കൊല്ലണം, അല്ലെങ്കിൽ ഇതിനെ ഈ പ്രദേശത്ത് മാറ്റുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന്, കൃത്യമായി പറഞ്ഞാൽ ജില്ലാ കളക്ടർക്ക് കത്ത് ഉൾപ്പെടെ നൽകിയിരുന്നു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. പക്ഷേ വനം വകുപ്പിന്റെ കൃത്യമായ ഒരു ഇടപെടലും ഉണ്ടായില്ല എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം അവർ ഉന്നയിക്കുകയാണ്. പക്ഷേ വെടിവെച്ച് കൊല്ലുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല. ഇന്ന് കർഷകൻ കൃഷിയിടത്തിൽ വെച്ച് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കർഷകർ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മൃതദേഹം കൊണ്ടുപോയി ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിക്കുകയാണ്. ക്യാഷ്വാറ്റിൽ നിന്ന് മോർച്ചറിലേക്ക് മൃതദേഹം മാറ്റുന്നതിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ, DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇവിടെ ആളുകൾ സംഘടിച്ചെത്തിയ ആംബുലൻസ് തടയുകയും ചെയ്തിരിക്കുന്നത്. കളക്ടർ ഇവിടെ എത്തി കാട്ടുപോത്തിന് വെടിവെച്ച് കൊല്ലുമെന്ന് ഉറപ്പ് നൽകാതെ മൃതദേഹം ഇവിടെ നിന്ന് വിട്ടു നൽകില്ല, മോർച്ചറിലേക്ക് മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് ഇവരുടെ ഒരു നിലപാട്. ഇപ്പോൾ ആംബുലൻസ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഈ പ്രതിഷേധക്കാർ ആംബുലൻസ് തടഞ്ഞിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. പോലീസ് കാവലിലാണ് ഈ മൃതദേഹം മോർച്ചറിലേക്ക് മാറ്റാൻ പോലീസ് ശ്രമം നടത്തിയത്. പക്ഷേ DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവിടെ എത്തുകയും ആംബുലൻസ് തടയുകയും ചെയ്തിരിക്കുകയാണ്. കർഷകന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ ധനസഹായം നൽകണം, ഒപ്പം തന്നെ ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസും ഒപ്പം തന്നെ ആ മേഖലയിലുള്ള കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആംബുലൻസ് ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നത്. നിങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് തന്നെ? ഒരു സംശയമില്ല, ഇത് സമരമല്ല, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ട നിലവിളിയാണ്. സമരമായി കൂട്ടുന്നത്. അവിടെ കാട്ടുപോത്ത് ഇപ്പോഴും അലയുകയാണ്. ഇനിയുള്ള ആളുകളെ രക്ഷിക്കണമെങ്കിൽ അതിനെ വെടിവെക്കാനുള്ള കൊല്ലാനുള്ള ഉത്തരവ് കലക്ടർ ഇവിടെ പ്രഖ്യാപിക്കണം. ഇല്ലെങ്കിൽ ജനങ്ങൾ വീണ്ടും വധിക്കപ്പെടും. അതിനുവേണ്ടിയാണ് ഇത്. സമരമല്ല, ഒരു വലിയ നിലവിളിയും അപേക്ഷയുമാണ് ഈ അധികൃതരല്ലേ.